electrostatic potential or electric potential. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ at a point in an electric field is the work done in bringing a unit positive charge from infinity to that point. ഫിഗർ ഒന്ന് ശ്രദ്ധിക്കാം. ഇതിൽ Q എന്ന ഒരു ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് സർക്കിൾ ഉപയോഗിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് Q എന്ന് പറയുന്ന ചാർജ്. ഇതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ഈ സർക്കിൾ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് എ സ്പേസ് സറൗണ്ടിങ് എ ചാർജ് where its influence is felt. ഈ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റ് ആണ്. ഇനി ഒരിക്കൽ കൂടി ഡെഫിനിഷനിലേക്ക് പോകാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ at a point in an electric field is the work done in bringing a unit positive charge from infinity to that point. ഇൻഫിനിറ്റിയിൽ നിന്ന് യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, അതായത് +1 കൂളം ചാർജ് ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ ആവശ്യമാകുന്ന വർക്ക് ഡൺ, അതാണ് ആ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നോക്കുക, ഇൻഫിനിറ്റിയിൽ നിന്ന് യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, അതായത് +1 കൂളം ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമാകുന്ന വർക്ക് ഡൺ എത്രയാണോ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ is equal to work done by charge. പൊട്ടൻഷ്യലിനെ ക്യാപിറ്റൽ V എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. therefore V is equal to W/Q. നമുക്കറിയാം വർക്കിന്റെ യൂണിറ്റ് ജൂളാണ്, അതുപോലെ ചാർജിന്റെ യൂണിറ്റ് കൂളം ആണ്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കൂളം. കോമൺലി യൂസ്ഡ് യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഈസ് വോൾട്ട്. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് വോൾട്ട് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇറ്റ്സ് ഡയമെൻഷൻ ഈസ് m(L²) T⁻³ -3 I⁻⁻1. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അതർ. ഇവിടെ Q എന്ന് പറയുന്ന ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡിലെ രണ്ട് പോയിന്റ്സ് ആണ് A ആൻഡ് B. ഇലക്ട്രിക് ഫീൽഡിലെ രണ്ട് പോയിന്റ്സ് A ആൻഡ് B. A എന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്ക് ടെസ്റ്റ് ചാർജിന്, അതായത് +1 കൂളം ചാർജിന്, +1 കൂളം ചാർജാണ് നമ്മൾ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്. അതിനെ A എന്ന ഈ പോയിന്റിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യിക്കാൻ ആവശ്യമാകുന്ന വർക്ക്, അതാണ് എയ്ക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിക്കാൻ ആവശ്യമാകുന്ന വർക്ക് ഡൺ എത്രയാണോ അതിന് നമ്മൾ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി. ഇനി ഇവിടെ നോക്കാം, എ എന്ന് പറയുന്ന പോയിന്റ്, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഫിഗറിലെ എ എന്ന് പറയുന്ന പോയിന്റ്, ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ VA എന്നും, അതുപോലെ ബി എന്ന പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ VB എന്നുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി ഈസ് ഗിവൺ ബൈ, ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിന് നമ്മൾ VAB എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. V എന്ന് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ VAB എന്ന് നമ്മൾ, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യിക്കാൻ ആവശ്യമാകുന്ന വർക്ക് ഡൺ VAB is equal to, ഇതിനെ നമ്മൾ ΔV എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ΔV എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. VAB is equal to ΔV is equal to VB minus VA, VB minus VA. ഇതിനെ WAB നമുക്ക് എഴുതാം. WAB by the charge Q. VAB is equal to WAB by Q, or VAB is equal to VB minus VA. ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്. VAB is equal to WAB by Q
അല്ലെങ്കിൽ VAB is equal to VB minus VA. ഇനി അടുത്ത നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ഇനി എപ്പോഴൊക്കെയാണ് ഇത് പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ ആവുന്ന കണ്ടീഷൻസ് ഒക്കെയാണ് നമുക്ക് നോക്കാം. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ VAB is equal to VB minus VA ആണ് നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ പറയുവാണ്, ഇഫ് VB is greater than VA, VB is greater than VA, then WAB is positive. If VB is less than VA, then the potential difference is negative. If VB is equal to VA, then it is 0. അപ്പോൾ 3 കണ്ടീഷൻസ് ആണുള്ളത്. പോസിറ്റീവ് ആകാൻ VB ഗ്രേറ്റർ ആകുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോസിറ്റീവ് ആയിരിക്കും. VB ലെസ് ദാൻ VA ആകുന്ന കണ്ടീഷനിൽ നെഗറ്റീവ് ആയിരിക്കും. രണ്ടും ഈക്വൽ ആകുന്ന കേസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും. ഇനി അടുത്ത കേസിൽ നമ്മൾ വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട് എന്ന് പറയുന്നത്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ അല്ലെങ്കിൽ ഈ വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റിനെ നമ്മൾ 1 വോൾട്ടിനെ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. 1 വോൾട്ടിനെ ഡിഫൈൻ ചെയ്യാൻ, ഇത് എക്സാം ചോദിക്കാൻ ഡിഫൈൻ 1 വോൾട്ട് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. ഇഫ് 1 joule of work is done in moving 1 coulomb charge from one point to other, that potential difference is called 1 volt. 1 coulomb ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ 1 joule വർക്കാണ് ആവശ്യമായി വരുന്നത്. അപ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമ്മൾ 1 വോൾട്ട് എന്നാണ് പറയുന്നത്. 1 coulomb ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മാറ്റാൻ 1 joule വർക്ക് വേണ്ടി വന്നാൽ അപ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 1 വോൾട്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഈസ് 1 വോൾട്ട് if 1 joule of work is done in moving 1 coulomb charge from one point to another.